ഇന്ത്യക്കാർക്ക് ഒമാനിലേക്ക് പോകാൻ വിസ ആവശ്യമില്ലെന്ന രീതിയിൽ ദിവസങ്ങൾക്ക് മുൻപ് വന്ന വാർത്ത ശരിയല്ലെന്നാണ് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന രാജ്യങ്ങൾ സംബന്ധിച്ച് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് അടിസ്ഥാനമാക്കി ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഒമാൻ റോയൽ പോലീസ്. ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് 2 GCC രാജ്യങ്ങൾ ഉൾപ്പെടെ 62 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാമെന്നായിരുന്നു റിപ്പോർട്ട്. ഖത്തർ, ഒമാൻ എന്നീ GCC രാജ്യങ്ങളുടെ പേരും പട്ടികയിലുണ്ടായിരുന്നു. ഇവിടേക്ക് പോകാൻ പാസ്പോർട്ട് കൈവശമുണ്ടായിരുന്നാൽ മതിയെന്നും വിസ ഓൺ അറൈവൽ സൗകര്യം ലഭിക്കുമെന്നുമായിരുന്നു വാർത്ത. എന്നാൽ ഒമാനിൽ പ്രവേശിക്കുന്നതിന് ഇന്ത്യക്കാർക്ക് വിസ ആവശ്യമാണ് എന്ന് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി. മറിച്ചുള്ള വാർത്തകൾ ശരിയില്ലെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. വിസ നയത്തിൽ സമീപകാലത്ത് മാറ്റം വരുത്തിയിട്ടില്ല എന്നാണ് അവരുടെ വിശദീകരണം. റോയൽ ഒമാൻ പോലീസിലെ പബ്ലിക് റിലേഷൻ വിഭാഗം ഡയറക്ടർ മേജർ മുഹമ്മദ് അൽ ഹഷ്മിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ഇളവ് ലഭിക്കുന്ന ചില ഇന്ത്യക്കാരുമുണ്ട്. അമേരിക്ക, കാനഡ, യൂറോപ്പ് വിസയുള്ളവർക്കാണ് ഇളവ്. ഇവർക്ക് ഒമാനിലേക്ക് വരുന്നതിന് നേരത്തെ വിസ എടുക്കേണ്ടതില്ല. വിസ ഓൺ അറൈവൽ സൗകര്യവും ലഭ്യമാകും. 14 ദിവസം വരെ ഈ ഇന്ത്യക്കാർക്ക് ഒമാനിൽ തങ്ങുന്നതിന് തടസ്സമുണ്ടാകില്ല. മേൽപ്പറഞ്ഞ 3 രാജ്യങ്ങളിൽ താമസ വിസയുള്ള ഇന്ത്യക്കാർക്കാണ് ഇളവുള്ളത്. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വരുന്ന ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ ഒമാനിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. മറിച്ച് യൂറോപ്പ്, കാനഡ, അമേരിക്ക എന്നീ വിസയുള്ളവർക്കും അവിടെ താമസിക്കുന്നവരുമായ ഇന്ത്യക്കാർക്കാണ് ഇളവുള്ളത്. ഇവർക്ക് സൗജന്യമായി ഒമാനിൽ പ്രവേശിക്കുകയും ചെയ്യാം. വിസ ഓൺ അറൈവൽ സൗകര്യം ഉപയോഗിച്ച് ഒമാനിലെത്തിയ ശേഷം വിസ കിട്ടുകയും ചെയ്യും. ഒമാനിലേക്ക് പോകാൻ വിസ ആവശ്യമില്ല എന്ന വാർത്ത പ്രവാസികൾക്കിടയിൽ വലിയ തോതിൽ ചർച്ചയായിരുന്നു. ട്രാവൽ ഏജൻസികളിൽ നിരന്തരം അന്വേഷണങ്ങൾ വരികയും ചെയ്തതാണ്. ഈ സാഹചര്യത്തിലാണ് ഒമാൻ പോലീസിന്റെ ഈ വിശദീകരണം. അതേസമയം GCCയിലെ 6 രാജ്യങ്ങളിലേക്കും ഒറ്റ വിസ എന്ന സംവിധാനം ഏർപ്പെടുത്തുന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സത്യത്തിൽ ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുണ്ടെങ്കിൽ വിസയില്ലാതെ സഞ്ചരിക്കാവുന്ന രാജ്യങ്ങൾ ഒട്ടേറെയാണ്. കഴിഞ്ഞ വർഷം ഇത് 57 ആയിരുന്നുവെങ്കിൽ ഈ വർഷം 62 ഉയർന്നിട്ടുണ്ട്. വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് നടപടികൾ പൂർത്തിയാക്കുന്നതിനു വേണ്ട കാലതാമസമാണ് പലരെയും യാത്രകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്.